ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന വിഷയം എന്താ? അള്ളാഹുവിന്റെ തിരുദൂതർ മരണപ്പെട്ടു പോയ ദിവസം റബീഉൽ അവ്വൽ 12 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാബിത്ത് അൽ ജുമാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ ഉസീബ അഹദുകും ബിമുസീബ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു വലിയ വിപത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ. നിശ്ചയമായും ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്റെ മരണമാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്നറിയുമോ? ഹബീബിന്റെ വഫാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആരോരും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഏതേത് അസുഖങ്ങൾ നമുക്ക് പിടിപെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളോ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ആരെങ്കിലുമോ നഷ്ടപ്പെട്ടാൽ അവരെ പിരിയുന്നതിൽ നമുക്ക് അഗാധമായ ദുഃഖമുണ്ടാകും, വേദനയുണ്ടാകും. അവരെ വേർപാടിൽ നമ്മളങ്ങ് ഉത്കണ്ഠരായി പോകും, നമ്മളങ്ങ് വല്ലാതെ വിഷമിച്ചു പോകും, നമുക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോകും. പിതാവിന്റെ മരണം മനസ്സിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടാകും, മാതാവിന്റെ മരണവും മനസ്സിലേക്ക് കടന്നു വരുന്ന ദിവസം ഉണ്ടാകും. എന്റെ കൂടെ എന്റെ കൈവിരൽ തൂങ്ങി എന്റെ നെഞ്ചിലേക്ക് ചേർന്ന് എന്റെ സ്നേഹമായ എന്റെ കുഞ്ഞില്ലേ, കൺകുളിർമയുള്ള എന്റെ കുഞ്ഞ് എന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകണമെന്ന് ശഠിച്ചു പോയി എന്റെ കുഞ്ഞില്ലേ. ഈ നീലേശ്വരത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൗണിൽ എന്റെ ബൈക്കിന്റെ പുറകിൽ അങ്ങ് യാത്ര ചെയ്തിട്ട് എന്റെ വാഹനത്തിന്റെ പുറകിൽ നിന്ന് താഴെ വീണ് തലമണ്ട പൊട്ടിയിട്ട് ചോര ഒലിച്ചിട്ട് തൽക്ഷണം മരിച്ചുവോ എന്റെ കുഞ്ഞില്ലേ. എന്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് പിടിച്ച എന്റെ കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ എന്റെ മനസ്സിനകത്ത് എത്ര വേദനയോടുകൂടിയാണ് എനിക്ക് ഓർക്കാനാവുക. നിങ്ങൾ നോക്കണേ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വരെ ഉമ്മത്ത് മുസ്ലിമ പീഡിപ്പിക്കപ്പെട്ടതിന് വേദനയോടെ നമ്മൾ ഓർത്തു പോകാറില്ലേ? ചെച്നിയിലും ഫലസ്തീനിലും ബോസ്നിയയിലും അങ്ങ് സിറിയയിലും അങ്ങ് ഈജിപ്തിൽ വരെ അള്ളാഹുവിന്റെ അടിയാറുകൾ പീഡിപ്പിക്കപ്പെടുന്ന വേദനയോടെ നമ്മൾ കാണാറില്ലേ? ലോകത്ത് ഈ സെക്കൻഡ് വരെ ഉമ്മത്ത് മുസ്ലിമ അനുഭവിച്ച ഏതേത് വേദനയുണ്ടോ? ഇനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുണ്ടോ? ഇനി അനുഭവിക്കാനിരിക്കുന്ന വേദനയുണ്ടോ? ഏതേത് ദുരന്തങ്ങളാണെങ്കിലും ശരി, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനേക്കാളും വലിയ ദുരന്തങ്ങളല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബത്തെ മുഴുവനും തകർന്നു പോയാലും നഷ്ടപ്പെട്ടു പോയാലും ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ താമസിക്കുന്ന ഭവനം, നമ്മൾ താമസിക്കുന്ന ഭവനം നമ്മുടെ തലക്ക് മീതെ അങ്ങ് വീണുപോയാലും, നമ്മുടെ വസ്ത്രം ആരെങ്കിലും നടുറോട്ടിൽ വെച്ചങ്ങ് ഉരിഞ്ഞു പോയാലും അപമാനമില്ലേ? ഇത് തലക്ക് വീണ് വേദനയില്ലേ? എന്റെ ഭാര്യയോട് ഒരാള് മോശമായി പെരുമാറിയാലും, എന്റെ പെൺകുഞ്ഞിനെ ഒരാൾ വീട്ടിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോയാലും, എന്റെ കുഞ്ഞൊരാളോട് വ്യഭിചരിച്ചു പോയാലും പടച്ചറബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുരന്തങ്ങൾ എന്ന് പറയുന്ന ദുരന്തങ്ങൾ, നമ്മൾ എണ്ണുന്ന ദുരന്തങ്ങളില്ലേ, ആ ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്നറിയുമോ? എന്റെ ഹബീബിന്റെ വഫാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ തിരുദൂതർക്ക് ഖുത്ബ പറഞ്ഞു. ഫയഖൂലു, എന്നിട്ട് ആ ഖുത്ബയിൽ റസൂൽ പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസി ഔ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബത്തിൻ ഫൽയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തില്ലതി തുസീബുഹു ബിഗൈരി ഫഇന്ന അഹദൻ മിൻ ഉമ്മതി ലയുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബതി. അല്ലയോ ജനങ്ങളെ, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി അയാൾക്കൊരു ദുരിതം ബാധിച്ചാൽ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കുക, എന്റെ മരണത്തെപ്പറ്റി ആലോചിക്കുക. എന്തൊരു വേദന അയാൾക്കുണ്ടായാലും എന്റെ ഹബീബ് മരണപ്പെട്ടു പോയല്ലോ തമ്പുരാനെ. അങ്ങനെ ആ മരണത്തെപ്പറ്റി ആലോചിക്കുമ്പോ അവൻ ഏതൊരു ദുരിതത്തിനും സമാധാനം കണ്ടെത്തട്ടെ. നിങ്ങളൊന്ന് ആലോചിക്കണേ, നമ്മൾ സുന്നികളായി വേർതിരിഞ്ഞത്, മുജാഹിദായി വേർതിരിഞ്ഞത്, ജമാഅത്തായി വേർതിരിഞ്ഞത്, കുല്ലുഹും ഫിന്നാർ. 73 കക്ഷിയായി ഈ ഉമ്മത്ത് മുസ്ലിമ മാറുമെന്നും അതിലെല്ലാ കക്ഷികളും നരകത്തിലാണെന്നും, ഇല്ലാ മില്ലതൻ വാഹിദ, ഒരു വിഭാഗമൊഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലാണെന്നും ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയില്ലേ?
നോമ്പ് നോറ്റവര് നരകത്ത് പോയ കക്ഷികളിൽ ഉണ്ടാവില്ലേ? സക്കാത്ത് കൊടുത്തവരുണ്ടാവില്ലേ? നിസ്കരിച്ചു പോയവരുണ്ടാവില്ലേ? അനിസ്ലാമികമായ മാർഗത്തിൽ ജീവിച്ചു പോയവരുണ്ടാകില്ലേ? ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലാകുമെന്ന് പറയുമാറ് ഈ ഉമ്മത്ത് മുസ്ലിമയിലെ കക്ഷിത്വങ്ങൾ വളർന്നു വന്നത് എന്തിനാലാ? ഈ ഉമ്മത്ത് മുസ്ലിമയിലെ ഭിന്നതകൾ വളർന്നു വന്നത് എന്തിനാലാ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിനാലല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് ഇന്ന് ലോകത്ത് ഹയാത്തിലുണ്ടെങ്കിൽ നമ്മൾ സുന്നികളും മുജാഹിദുകളുമായി ചേരുതിരിയുമോ? ജമാഅത്തെ ഇസ്ലാമിക്കാരായി ചേരുതിരിയുമോ? ശിയകളും ഖാദിയാനികളുമായി ചേരുതിരിയുമോ? ലോകത്ത് എത്ര ഗ്രൂപ്പുകളായി ഉമ്മത്ത് മുസ്ലിമ മാറുമോ? റസൂല് പോലും പറഞ്ഞ 73 കക്ഷിയായി നമ്മൾ മാറുമോ? ഇല്ലല്ലോ. നമ്മളൊരു വിഭാഗം മാത്രമല്ലേ ആകൂ. നിങ്ങളൊന്ന് ആലോചിക്കണേ. അള്ളാഹുവിന്റെ റസൂല് ഒരു റബീഉൽ അവൽ 12 അങ്ങ് ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയതോടുകൂടി ഈ ഉമ്മത്ത് മുസ്ലിമയിൽ എത്ര കുഴപ്പങ്ങളാ, എത്ര പ്രയാസങ്ങളാ, എത്ര അസ്വസ്ഥതകളാ, എത്ര വേദനകളാ, എത്ര വേവലാതികളാ, എന്തുമാത്രം ദുരന്തങ്ങളാ. ഈ ദുരന്തങ്ങൾ മുഴുവനും നമ്മൾ ആസ്വദിക്കാൻ, നമുക്ക് സമാധാനമേകാൻ, ഏത് കക്ഷിത്വത്തിലും നമുക്ക് ആശ്വാസമാകാൻ എന്റെ മുന്നിൽ കടന്നു വരുന്ന ഒരു ഓർമ്മയാണ് എന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോളം വലിയ ദുരന്തമില്ല. ആ ഹബീബിന്റെ വഫാത്തിന്റെ ദിവസത്തിലല്ലേ സ്വഹാബികൾ കരഞ്ഞു പോയത്, അവരങ്ങ് വേദനിച്ചു പോയത്. അമീറുൽ മുഅ്മിനീൻ ഖലീഫത്ത് റസൂലില്ലാഹ് ധീരരായ ഉമർ ഇബ്നുൽ ഖത്താബ് വാളെടുത്തു പോയത്. ആരെങ്കിലും അല്ലാഹുവിന്റെ തിരുദൂതര് മരണപ്പെട്ടുവെന്ന് പറഞ്ഞാൽ അവന്റെ തലയവടെ ശിരസിൽ കാണേണ്ട തല അവന്റെ ശരീരത്തിൽ കാണില്ലെന്ന് പറഞ്ഞു പോയത്. നോക്കണേ നിങ്ങൾ, ലമ്മാ കാനൽ യൗമുല്ലദി ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീനത അളാഅ മിൻഹാ കുല്ലു ശൈഇൻ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ സർവചരാചരങ്ങളുടെയും അന്തരംഗം പ്രകാശപൂരിതമായി. ഫലമ്മാ കാനൽ യൗമുല്ലദി മാത ഫീഹി അളലമ മിൻഹാ കുല്ലു ശൈഇൻ വമാന ഫളനാ. അല്ലാഹുവിന്റെ തിരുദൂതര് അങ്ങ് വഫാത്തായതോടുകൂടി മദീന രാജ്യത്തെ സർവചരാചരങ്ങളുടെയും അന്തരംഗം കെട്ടുപോയെന്ന് സ്വഹാബത്ത് പറയുമാറ്. അവരെ വേദനിപ്പിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. അന്ന് അവരാരും കുലാബി കുടിച്ചിട്ടില്ല, അന്ന് അവരാരും റാലി നടത്തിയിട്ടില്ല. റബീഉൽ അവ്വൽ 12 സ്വഹാബത്ത് വേദനിച്ചു പോയ ദിവസമാ, വിഷമിച്ചു പോയ ദിവസമാ, കണ്ണിന്റെ മുന്നിൽ പാടകെട്ടിപ്പോയെന്ന് പറഞ്ഞ ദിവസമാ, വാളൂരി പിടിച്ച ദിവസമാ, കൊല്ലുമെന്ന് പറഞ്ഞു പോയ ഉമറിന്റെ ചരിത്രമുള്ള ദിവസമാ. എന്നിട്ടാ ഒരു ദിവസത്തിൽ എങ്ങനെ ഉമ്മത്ത് മുസ്ലിമേ, സ്വഹാബത്ത് വേദനിച്ച വിഷമിച്ച ദിവസത്തിൽ എങ്ങനെ ഉമ്മത്ത് മുസ്ലിമേ നമ്മൾ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നത്? എന്തൊരു വൈരുദ്ധ്യമാണ്! ഹബീബിനെ ഓർത്തിട്ട് കണ്ടടങ്ങൾ നനയേണ്ട ദിവസം, വേദന തോന്നേണ്ടുന്ന ദിവസം, വിഷമത്താൽ ദുഃഖഭാരത്താൽ കഥനം താങ്ങിപ്പോണ ദിവസം, വല്ലാത്ത വിഷമത്തിന്റെ ദിവസത്തിൽ എങ്ങനെ ഉമ്മത്ത് മുസ്ലിമേ പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ നബിദിനത്തിന്റെ റാലി നടത്താനാ? നിങ്ങളെങ്ങനെ തെരുവോരങ്ങൾ അലങ്കരിക്കാനാ? നിങ്ങളെങ്ങനെ ആളുകളെ കൂട്ടാനാ? നിങ്ങളെങ്ങനെ മൗലീദിന്റെ ഈരടികൾ വാടിയിട്ട് അങ്ങാടിയിലൂടെ വിലസാനാ? നിങ്ങളെങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാനാ? നിങ്ങളെങ്ങനെ മറ്റുള്ളവരെ വിമർശിക്കാനാ? ഞങ്ങൾക്ക് സ്നേഹമില്ലെന്ന് നിങ്ങളെങ്ങനെ പറയാനാ? അങ്ങനെ പറയുമ്പോ നിങ്ങൾ ഒരു കൂട്ടരെ കൂടി തള്ളുന്നില്ലേ? ആ സ്വഹാബത്തിനെ തള്ളുന്നില്ലേ? അവരൊരു കൂട്ടരും നബിദിനത്തിന്റെ റാലി നടത്തിയിട്ടില്ലല്ലോ. റബീഉൽ അവ്വൽ 12 അവർ ദുഃഖിക്കുകയല്ലേ ചെയ്തു പോയത്?